അവിടുന്ന് എനിക്കു വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് ഇടയൻ. ഈ ഇടയനും ആടുകളും എന്നുള്ള ഒരു വലിയ തീമാണ് ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു സന്ദേശം. ഇപ്പം അതിനകത്തേക്ക് പോയാൽ നമ്മൾ രാവിലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇത്തിരി മാറും, പിന്നീട് എടുക്കാതെ. അപ്പം നമ്മൾ രാവിലെ എന്താണ് നമ്മൾ കേട്ടത്? സമയം സമാഗതമായി. ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ടൈം. അത് വലിയ ഒരു രഹസ്യമാണ്. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്. സമയം നമ്മളത് മനസ്സിലാക്കി ഒരുവിധം. ദൈവത്തിൻ്റെ അനന്തമായ സമയം മനുഷ്യൻ്റെ നശ്വരം എന്ന് പറഞ്ഞാൽ ശരിയാവോ? പരിമിതമായ സമയത്തിലേക്ക് പ്രവേശിച്ച് ആ പരിമിതമായ സമയത്തെ അനന്തമാക്കി മാറ്റി. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധിയല്ലേ ഈഡിത്ത് സ്റ്റൈൻ, ഇല്ലേ? ഈഡിത്ത് സ്റ്റൈൻ താമസിച്ച സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഈഡിത്ത് സ്റ്റൈൻ്റെ ഫിലോസഫിയിൽ ജർമ്മൻ വാക്കിങ്ങനെയാണ്: എൻലിക് und unendlich. എൻലിക് എന്ന് പറഞ്ഞാൽ ഈ പരിമിതമാണ്, ഉണെൻലിക് എന്ന് പറഞ്ഞാൽ അനന്തമാണ്. ഇതാണ് ഈഡിത്ത് സ്റ്റൈൻ്റെ വളരെ ശക്തമായ ഒരു ഫിലോസഫി. അതായത് ദൈവം ആ ഉണെൻലിക്, അതായത് without end, God who is without end entered into man who has an end and made his life endless, unendlich. അപ്പോൾ ഇത് സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നത് കുറച്ച് ആളുകൾക്ക് വേണ്ടിയല്ല. ഇറ്റ് ഈസ് ഫോർ ദ ഹോൾ ഹ്യൂമാനിറ്റി, ഫോൾ ഹ്യൂമാനിറ്റി. കാരണം അപ്പം ആ ഒറ്റ വചനത്തെ നമ്മൾക്ക് വീണ്ടും വിശദീകരിക്കാം. ഏതാണ് ആ വചനം? അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇപ്പം നമ്മൾ അതിനെ ഒരു റിവേഴ്സ് ഓർഡറിലാണ് എടുക്കേണ്ടത്. സമയം പൂർത്തിയാകുന്നു എന്ന ആ അനുഭവം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ വരണം. അവൻ ദൈവരാജ്യത്തിൽ വരണമെങ്കിൽ അവൻ അനുദപിക്കണം. അവൻ അനുദപിക്കണമെങ്കിൽ അവൻ സുവിശേഷം അറിയണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. കണ്ടോ, ഈ 5 സ്റ്റെപ്പ് വളരെ നല്ല കാര്യമാണ്. ഇത് വെച്ച് ഞാൻ 5 ദിവസത്തെ ധ്യാനം നടത്തിയിട്ടുള്ളതാണ്. ഈ 5 സ്റ്റെപ്പ് ഈശോയുടെ സ്വർഗരാജ്യ കേന്ദ്രീകൃതമായ പ്രബോധനത്തിൻ്റെ ഓരോ വാക്കുകളിലും ഇതുപോലെ ആശയപ്രപഞ്ചമാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്നാവയോഹന്നാനെ കുറിച്ച് കേട്ടില്ലേ? അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആശയം നോക്കി. പക്ഷേ ഇത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവണേ? ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ജ്ഞാനം ലഭിക്കണം. അതിനാണ് നമ്മളുടെ ധ്യാനത്തിൽ നമ്മൾ ആദ്യത്തെ 2 ദിവസം മുഴുവനും ഈ ദൈവിക ജ്ഞാനം നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെനിക്ക് മനസ്സിലായത് വേറെ എങ്ങും വായിച്ച് പഠിച്ചിട്ടൊന്നുമല്ല.
ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ്റെ പ്രബോധനങ്ങൾ വായിച്ചാലും മനസ്സിലാകണമെങ്കിൽ അവർ ഇത് എഴുതിയത് എന്തോ ഒരു വലിയ ആത്മീയ എൻലൈറ്റൻമെൻറ്റിൻ്റെ അവസ്ഥയിലാണ്. അതിൻ്റെ ഒരു ഇച്ചിരിയെങ്കിലും നമ്മൾ പോകണ്ടേ, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളിൽ ഒന്ന് വിശ്വസിക്കുക എന്നുള്ളത് എന്താണ് ഈ വിശ്വസിക്കുക എന്നുള്ളതും വിശ്വാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അതോടെ നിൽക്കട്ടെ. അതോടൊപ്പം നമ്മൾക്ക് വരുന്നൊരു കാര്യമാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ അതാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഈ സുവിശേഷം? എന്താണ് സുവിശേഷം? അതൊരുവിധം നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? അതായത് ഫരിസേയരും നിയമജ്ഞരും ഈ പഴയ നിയമത്തിലെ കൽപ്പനകളെ, നമ്മളിപ്പോൾ അവരെ കുറ്റം പറയുകയൊന്നുമല്ല, അന്ന് അങ്ങനെ ദൈവം അവരെ അനുവദിച്ചതായിരിക്കാം. 10 കൽപ്പനകൾ വെച്ചുകൊണ്ട് അതിനെ ഒരുപാട് ഉപകൽപ്പനകളുണ്ടാക്കി ആരെ നോക്കുമ്പോഴും അവരുടെ മനസ്സിൽ വരണത് ഇവനേത് കൽപ്പനയാ ലംഘിക്കണേ എന്നുള്ളതാണ്. ഇവനിപ്പോൾ ഏത് കൽപ്പനയാണ് ലംഘിച്ചുകൊണ്ടിരിക്കണേ? കാരണം എല്ലാവരും പാപം ചെയ്യണു, എല്ലാവരും എല്ലാ നിമിഷവും പാപത്തിലാണ്. ആണോ അല്ലയോ? ഇപ്പോഴത്തെ അവസ്ഥയല്ല, യേശുവിൻ്റെ പാപമോചന ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇവരിങ്ങനെ അളന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെയും. അത് തന്നെയാണ് അവർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്യണത്. ഇവനെന്താണ് ഈ സാബത്ത് ദിവസം പണി ചെയ്യണത്? വേറെ ദിവസങ്ങളുണ്ടായിട്ട് ഈ സാബത്ത് ദിവസം മാത്രം അവന് രോഗശാന്തി നടത്താൻ പറ്റുള്ളൂ? അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ, ഈ സാബത്താണ് അവരെ സംബന്ധിച്ച് ദൈവത്തെക്കാളും വലുത്. സാബത്ത് ലംഘിച്ചെന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലും അവർ. ഇത് അവരോട് നമ്മൾ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ, ക്ഷമിക്കണം. അവർ ഇന്നും അങ്ങനെ തന്നെയാണ്. കുറച്ച് നാൾ മുമ്പ് ഞാൻ അമേരിക്കയിലുള്ളപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു വീട്ടിൽ നമ്മൾ കുറേ നാൾ പരിചയമുള്ളതാണ്. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ പറയാണ്, അവളുടെ അടുത്ത വീട്ടിൽ ഒരു യഹൂദ കുടുംബമാണ്. അവരൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യണവരാണ്, നേഴ്സുമാരാണ്. അപ്പോൾ ഇവള് ഓടി വന്നേക്കാണ്, നീ വേഗം വന്നിട്ട് എൻ്റെ വീട്ടിൽ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തേ, കൊച്ചവിടെ ഇലക്ട്രിക് ഷോക്ക് അടിച്ച് കിടക്കണു. അപ്പോൾ ഇവള് പറഞ്ഞു, നിനക്ക് ഓഫ് ചെയ്തൂടെ? ഇല്ല, ഇന്ന് സാബത്താണ്, ഞങ്ങൾക്ക് അത് ഓഫ് ചെയ്യാൻ പാടില്ല. ക്യാൻ യു ബിലീവ് ദിസ്? ഇന്ന് സാബത്താണ്, ഞങ്ങൾക്ക് സ്വിച്ച് തൊടാൻ പാടില്ല. ഇത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ അവസ്ഥയാണ്. അത്രയ്ക്ക് അവർ റിലീജിയസ് ആ നിയമത്തെ കണിശമായിട്ട് പരിപാലിക്കണം എന്നതാണ്. അങ്ങനെ ആ നിയമത്തെ അനുഷ്ഠിക്കുമ്പോൾ അവർ നീതീകരിക്കപ്പെട്ടു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ ആശുപത്രികളിലൊക്കെ, പ്രത്യേകിച്ച് ജൂസിൻ്റെ ആശുപത്രി, നമ്മൾ കത്തോലിക്ക ആശുപത്രി എന്ന് പോലെ ജൂസിനും ആശുപത്രികളുണ്ട്, യഹൂദരുടെ ആശുപത്രികൾ. അവിടെ സാബത്ത് ദിവസത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥകളുണ്ട്. സാബത്ത് എലിവേറ്റർ എന്നൊന്നുണ്ട്, സാബത്ത് എലിവേറ്റർ, ലിഫ്റ്റ്. സാബത്ത് ദിവസം ആ ലിഫ്റ്റിൽ ചെന്ന് നിന്നാൽ മതി, താനേ തുറക്കും. കാരണം സ്വിച്ച് ഇടാൻ പാടില്ല. സ്വിച്ച് ഇടണ്ട, അവിടെ മുമ്പിൽ നിൽക്കുക, ലിഫ്റ്റ് തുറക്കും. പക്ഷെ ഓരോ ഫ്ലോറിലും അടയ്ക്കും തുറക്കും, അടയ്ക്കും തുറക്കും. അങ്ങനെ ഓരോ ഫ്ലോറിലും ചെല്ലുമ്പോൾ തുറക്കും, ആ ഫ്ലോറിലുള്ളൊരു പുറം അത് അടയും. അങ്ങനെ സാബത്ത് എലിവേറ്റർ. കാരണം സാബത്ത് ദിവസം സ്വിച്ച് തൊടാൻ പാടില്ല, ചൂലെടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അവർ നേരത്തെ അതൊക്കെ ഉണ്ടാക്കി വെച്ചോളും. സാബത്ത് ദിവസം തോറ പഠിച്ച് സങ്കീർത്തനമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കും. ഒരു വിധത്തിൽ നല്ല കാര്യമാണില്ലേ? അപ്പോൾ പക്ഷേ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ
അതാണ് പൗലോസ് പറയുന്നത് റോമർ 10-ാം അധ്യായത്തിൽ. പൗലോസ് അവരിൽ ഒരാളായിരുന്നു. അതുകൊണ്ട് പൗലോസിന് ഇത് മുഴുവൻ അറിയാം. ഇതുപോലെ ഒരു ഫനാറ്റിക്, ഒരു തീഷ്ണതയുള്ള ഒരു ഫരിസേയനായിരുന്നു. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. എന്തെന്നാൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും, എല്ലാവരും കരമുയർത്തി ശബ്ദം ഉയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോ ഈ രണ്ട് നീതി, ഒന്ന് ദൈവനീതി, മറ്റൊന്ന് ഫരിസേയ നീതി. ഇങ്ങനെ രണ്ട് നീതി ഉണ്ടെന്ന് നമ്മൾ പഠിക്കണം. ഫരിസേയരുടെ നീതി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം അധ്വാനം കൊണ്ട് നിയമം കണിശമായിട്ട് പാലിക്കുന്നതിലൂടെ അവർ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിനെ കണിശമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒത്താശകളും ചെയ്ത് നിയമത്തെ വളരെ ശക്തമായിട്ട് പ്രബോധിപ്പിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ നീതി സ്വർഗരാജ്യം നീതി, അതാണ് സുവിശേഷം. സ്വർഗരാജ്യത്തിൻ്റെ നീതി സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ അവയെല്ലാം തൂവെള്ള പോലെയാക്കും. കരുണയാണവിടെ, സ്നേഹമാണവിടെ. ഏറ്റവും വലിയ പാപിയെയും തോളിലേറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇടയൻ ആടും എന്ന ബന്ധമാണവിടെ. വഴിതെറ്റിപ്പോയ ആടിൻ്റെ പുറകെ പോകണം. കണ്ടോ? ഇടയൻ വഴിതെറ്റിപ്പോയ ആടിനെ അന്വേഷിച്ചു പോയി. എന്തിനാ അന്വേഷിച്ചു പോണേ? അവനെ കല്ലെറിയാനാണോ? അവനെ കൊല്ലാനാണോ? അല്ല, അവനെ തോളിലേറ്റി രക്ഷിക്കാനായിട്ട്. എന്നാൽ വഴിതെറ്റിപ്പോയ പാപം ചെയ്യുന്ന ആളെ അന്വേഷിച്ചു പോകുന്ന ഫരിസേയനോ കൂടെ രണ്ടാളെ കൂടി കൊണ്ടുപോകും. കാരണം ഇത് കണ്ട, നീ സാക്ഷിയാണ്. കാരണം മോശയുടെ നിയമപ്രകാരം 2 സാക്ഷി വേണം. അവൾ പാപം ചെയ്യണത് നീ കണ്ടില്ലേ? കണ്ടു. അപ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവട്ടോ നമുക്കിത് കേൾക്കുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളുടെ ഈ സമകാലിക സാഹചര്യത്തിൽ കൂടി കണക്ട് ചെയ്യാണെന്ന് ഓർത്താണ്. നിങ്ങളെ ആരെയും വിമർശിക്കാൻ വേണ്ടിയല്ല. ഞാനും പണ്ടിങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ 3-4 വർഷമായിട്ടാണ് എനിക്കിത് മനസ്സിലായത്. ദൈവരാജ്യം എന്നത് നമ്മൾ കർക്കശമായിട്ട് നിയമത്തെ അനുശാസനം ചെയ്ത് ചട്ടപ്പടി നടത്തുന്നതിലല്ല ദൈവരാജ്യം. നിയമത്തിലൂടെ അല്ലാതെ സ്നേഹത്തിലൂടെ അവരെ രക്ഷിക്കുന്നതിലാണ് ദൈവരാജ്യം. ഇപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ആദ്യം വന്നിരുന്നപ്പോൾ ഇവൻ 1-ാം പ്രമാണം ലംഘിച്ചേക്കണവനാണ് കേട്ടോ, ഇവനെ സൂക്ഷിക്കണം, അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇവനാൾ. അല്ലെങ്കിൽ ഇവൻ ഇന്ന പ്രമാണം ലംഘിച്ചേക്കണതാണ്, ഇവൻ്റെ അമ്പലത്തിൽ പോയി അത് ചെയ്തു, ഭയങ്കര പാപമാണ് അവൻ ചെയ്തേക്കണേ, അവനിങ്ങോട്ട് കയറ്റണ്ട കേട്ടോ, ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അശുദ്ധിയൊക്കെ ഇങ്ങോട്ട് വരുമോ. എന്തെല്ലാമാണ് നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത്.
നമ്മൾ ചിന്തിക്കുന്നതല്ല ഇവരേത് പ്രമാണമാണ്, ഇന്നതാണ് അത് ഇന്ന പ്രമാണത്തിൻ്റെ ലംഘനമാണ്. പക്ഷേ ഈശോ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ ചിന്തിച്ചില്ലേ, മത്തായിയുടെ വീട്ടിൽ ഈശോ ചെന്നിട്ട് ഈശോ അവൻ എന്തെല്ലാം പ്രമാണം ലംഘിച്ചു എന്നാണോ നോക്കിയത്? അവൻ നോക്കുന്നത് അവൻ ദൈവത്തിൻ്റെ മകനാണ്. അവന് എന്താണ് അവനെക്കുറിച്ചുള്ള പദ്ധതി? അവൻ അപ്പസ്തോലനാകാനുള്ള പദ്ധതിയാണ്. ആ അപ്പസ്തോലനാകാൻ വേണ്ടി അവനെ എന്ത് രൂപാന്തരപ്പെടുത്തണം? അവൻ്റെ ആ പഴയത് മുഴുവൻ അങ്ങ് കളഞ്ഞ് പുതിയതാക്കണം. ആ പഴയത് എന്തൊക്കെയാണെന്നുള്ള കണക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ പഴയ തൊലി അങ്ങ് ഉരിച്ചു മാറ്റുക, പുതിയത് കൊടുക്കുക. അല്ലെങ്കിൽ പുതിയത് കൊടുക്കുമ്പോൾ പഴയത് താനെ മാറും. അതാണ് ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി പോയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ അങ്ങനെ ഈശോയുടെ നോട്ടം പ്രമാണങ്ങൾ അനുസരിച്ച് ഇവൻ എന്ത് തെറ്റു ചെയ്തു എന്നല്ല, മറിച്ച് പ്രമാണങ്ങളുടെ അന്തസത്തയായ സ്നേഹം ഇവന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പ്രമാണങ്ങളെല്ലാം ഏത് പ്രമാണത്തിൽ സംഗ്രഹിക്കാം? സ്നേഹം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ, അതാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷം മുഴുവനും കരുണയെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുതന്നെയാണ് ഈ പറയുന്നത്. അവർ ഗോഡ്സ് നെയിം ഈസ് മേഴ്സി. നമ്മുടെ ദൈവത്തിൻ്റെ പേര് കരുണ എന്നാണ്. അപ്പോൾ ആ കരുണ, അതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം, സുവിശേഷം. ഇനി ഇതിനെ പ്രബോധനങ്ങളിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിക്കുമ്പോൾ ഇവരെ ശരിക്ക് പ്രൊവോക്ക് ചെയ്യാണ്, അവരെ ചൊടിപ്പിക്കുകയല്ലേ. ഈശോ സാബത്ത് നിയമം ഇത്ര കണിശമായിട്ട് പാലിക്കണം, പാലിക്കാത്തവരെ കല്ലെറിയും എന്ന് പറയണ ആ കൂട്ടരുടെ മധ്യത്തിൽ സിനഗോഗിൽ വന്നിട്ട് സാബത്ത് ദിവസം പറയാണ്, നീ എന്നെ സൗഖ്യപ്പെടുത്തുന്നു, നീ കട്ടിലെടുത്ത് നടക്കാൻ. കട്ടിലെടുത്ത് നടക്കണോ? സാബത്ത് ദിവസം കട്ടിലെടുത്ത് നടക്കണോ? എറിയണ കല്ല്. ഇത് അവർ പറഞ്ഞാൽ അത് വളരെ, അവരെ സംബന്ധിച്ച് വളരെ സാധാരണമാണ്. യേശു പതുക്കൻ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു. പിന്നെ നോക്കിയിട്ട് കല്ലെറിയാൻ നോക്കിയിട്ട് ആളെ കാണില്ല. അപ്പം യേശു അവിടെ എന്ത് ചെയ്തു? യേശു പ്രമാണം ലംഘിച്ചു. എന്തിനാ പ്രമാണം ലംഘിച്ച് കാണിച്ചു കൊടുത്തത്? കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മിക്കവാറും യേശു ഇതൊക്കെ നടത്തുന്നത് സാബത്ത് ദിവസമാണ്. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, വേറെ ആഴ്ചയിൽ ഇത്രയും ദിവസങ്ങൾ ഉണ്ടായിട്ട് ഈ സാബത്ത് ദിവസം തന്നെ നിനക്ക് ചെയ്യണമെന്ന് എന്താണ്? ഇപ്പം അതിൻ്റെ ആ പ്രസക്തി മനസ്സിലായോ? യേശു പ്രമാണം ലംഘിച്ചു എന്ന് പറയാൻ പാടില്ല, എങ്കിലും അതാണ് വാസ്തവത്തിൽ അവരെ സംബന്ധിച്ച് യേശു പ്രമാണം ലംഘിച്ചു. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഉപമകളും ഒന്ന് രണ്ട് ടീച്ചിങ്സ് നോക്കാം. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന തന്നെ സുവിശേഷത്തിൻ്റെ, അതായത് സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗുഡ് ന്യൂസ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ്. പഴയ നിയമത്തിൽ ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. വിളിച്ചാൽ അത് ഭയങ്കര തെറ്റാണ്. ഞാൻ ദൈവപുത്രനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ബ്ലാസ്ഫമിയാണ്, ദൈവദൂഷണമാണ്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് യേശു വന്നിട്ട് പറയുകയാണ്, ദൈവം നമ്മുടെ പിതാവാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ അവിടെ എല്ലാം ഒരു ലീഗലിസ്റ്റിക് അപ്രോച്ച് അല്ല, മറിച്ച് ഒരു വാത്സല്യമാണ്. അവിടുത്തെ
കാരുണ്യം, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി എന്ന 18-ാം സങ്കീർത്തനം എപ്പോഴും ഇത് പറയുമ്പോൾ മനസ്സിൽ വരികയാണ്. രക്ഷയുടെ പരിച നൽകി അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. നമ്മളെ വളർത്തുന്നത് വാത്സല്യമാണ്, കർക്കശതയല്ല. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ അമ്മമാർ പ്രത്യേകം ഉള്ളിൽ കിട്ടുക. പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, നിങ്ങളുടെ ഓൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും പ്രതീക്ഷിക്കുന്നതും, നിങ്ങൾ ഏത് സുവിശേഷ വേലയിലാണോ അവിടെ എല്ലാം പ്രതീക്ഷിക്കുന്നത് നിങ്ങളിലുള്ള ഒരു കർക്കശക്കാരനായ ഫാരസി അല്ല, മറിച്ച് വാത്സല്യം നിറഞ്ഞ ഒരു മാതൃസ്നേഹമാണ്. എന്ന മാതിരി അച്ഛന്മാരാണെങ്കിൽ ആ ഒരു പിതൃസ്നേഹം, അതൊന്ന് ട്രയലായിട്ട് 2-3 ദിവസം ഒന്ന് ചെയ്ത് നോക്ക്. അതായത് ഒരു ദിവസം നമ്മൾ തീരുമാനിക്കണം, ഞാൻ ഇന്ന് ഒരു ഫാരസി, ആരെയും വിധിക്കില്ല, ആരുടെയും കുറ്റം കാണില്ല, എല്ലാവരോടും കരുണയോടെ പെരുമാറും. ഓക്കെ. അപ്പോൾ ഇവിടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന തന്നെ സ്വർഗരാജ്യത്തിൻ്റെ സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ വലിയൊരു അനുഭവം നൽകുന്നതാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ അതിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു, ദൈവരാജ്യം, ദൈവഹിതം, അതിൻ്റെ കോർ, അന്നു വേണ്ട ആഹാരം. അത് കഴിഞ്ഞിട്ട് ഉള്ള പ്രാർത്ഥന എന്താ? ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് ഭയങ്കര ഒരു റെവല്യൂഷണറി സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം അന്ന് വരെ ആർക്കും ക്ഷമിക്കാനുള്ള അധികാരമില്ല. ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ റിപ്പോർട്ട് ചെയ്യണം, അവനെ ശിക്ഷിക്കണം. എന്താണ്? കണ്ണിന് പകരം കണ്ണ്. നിൻ്റെ കണ്ണിൽ കുത്തിയാൽ നീ അവൻ്റെ കണ്ണ് കുത്തിക്കോ, പക്ഷേ കണ്ണേ കുത്താവൂ, അവനെ കൊല്ലരുത്. പല്ലിന് പകരം പല്ല് എഴുതപ്പെട്ടിരിക്കുന്നു. അവനോട് ക്ഷമിക്കാനല്ല അവിടെ എഴുതിയേക്കണത്. അതാണ് അന്നത്തെ നിയമമായിരുന്നത്. പക്ഷേ ഈശോ വന്നിട്ട് പറയാണ്, ക്ഷമിക്കുക. അതുകൊണ്ടാണ് പത്രോസ് പറയാണ്, കർത്താവേ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഒരു 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെ? കണ്ടോ? അപ്പോൾ എന്താ പറഞ്ഞേ? എല്ലാവരും പറഞ്ഞേ 7 പ്രാവശ്യമല്ല, 70 പ്രാവശ്യം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെയും പ്രശ്നം. നമ്മൾ പറയുന്നത്, സിസ്റ്ററെ ഞാൻ 1 പ്രാവശ്യം പറഞ്ഞു, ഇനി ഞാൻ പിന്നെ പറയൂലെന്ന് ഓർത്തു. മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടും. ക്ഷമിക്കണേ, ഞാനൊന്ന് അഭിനയിച്ച് നോക്കിയെന്നുള്ളൂ. അല്ല, നമ്മൾ വീട്ടിലെന്താ നമ്മളെയൊക്കെ പഠിപ്പിച്ചേക്കണത് പറയും. നമ്മൾ ഇത്രയും പാരമ്പര്യ, ഇത്രയും ട്രഡീഷണൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്ന നമ്മൾ, മാതാപിതാക്കളൊക്കെ പള്ളിയിലൊക്കെ പോയി വലിയ കാര്യം. പക്ഷേ ഈ കാര്യത്തിൽ കർക്കശ സ്വഭാവം ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ട് തന്നെ അടിക്കും, അടിക്കുകയും ചെയ്യും. ക്ഷമയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെ പറയും, ഇതേ ഞാൻ 1 പ്രാവശ്യം പറഞ്ഞു, ഇനി നീ ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ പോഞ്ഞ പള്ളി പുറത്ത്. മനസ്സിലാക്കിയിട്ടുണ്ടോ? പേടിപ്പിച്ച് കുട്ടികളൊക്കെ ഒന്ന് വിറയ്ക്കും. ഒന്ന് വിറപ്പിച്ചാലേ അപ്പൻ വലിയ ആളാണെന്ന് മനസ്സിലാവുള്ളൂ. പിള്ളേർ അപ്പനെ നോക്കാൻ പോലും പേടി. അപ്പോൾ ചിലർ പറയും, അപ്പൻ്റെ സ്നേഹം കിട്ടി. അയ്യോ, അപ്പനൊന്ന് കെട്ടിപ്പിടിച്ചാൻ ഒരിക്കലും എന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ല അപ്പൻ. ഞങ്ങൾ അപ്പനെ അങ്ങനത്തെ ഒരു പേടിച്ച ഒരാളായിട്ടാണ്. അപ്പൻ്റെ മുമ്പിൽ പോകാൻ തന്നെ ഞങ്ങൾക്ക് ഭയം. അതല്ല ക്രിസ്ത്യൻ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കുറ്റമൊന്നും പറയല്ല. നമ്മളുടെ ഒരു ട്രഡീഷൻ ഇങ്ങനെ ആയിപ്പോയി, ഒരു കൾച്ചർ.
ആ കൾച്ചറൽ പ്രഷറിൽ ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ, അല്ലാണ്ട് വിശ്വാസം കൊണ്ടൊന്നുമല്ല. ഞായറാഴ്ച ഉണ്ടാ പള്ളി പോകണം, പള്ളി പോയില്ലെങ്കിൽ പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും, ഇവിടെ ചായ ഒന്നും ഉണ്ടാക്കാൻ സമയമൊന്നുമില്ല, നീ പോയിട്ട് നീ പള്ളി പോയില്ലെങ്കിൽ രോഗിയാണെന്ന് തേച്ച് ആളിങ്ങോട്ട് വരും പള്ളിത്തെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ലേ. ഇപ്പം ഞാൻ ഞായറാഴ്ച പള്ളി പോയില്ലെങ്കിൽ ആൾക്കാർ അതെന്താ തോമസ് പോൾ പള്ളിയിൽ വരാഞ്ഞ്, അസുഖമായിരിക്കുമല്ലേ, എന്നാൽ വീട്ടിൽ കയറാം അന്വേഷിക്കാം. പിന്നെ വീട്ടിൽ ആ വരുന്ന ആളുകൾക്ക് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതുകൊണ്ട് പള്ളി പോതി. ഞായറാഴ്ച പള്ളി പോ, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും? ആ ശരി ഉടനെ ചട്ടയും മുണ്ടുമൊക്കെ തേച്ച് എനിക്ക് പള്ളി പോയി. എന്തിനാ പള്ളി പോയേ? എന്താ അവിടെ ചെയ്യണേ? ദൈവരാജ്യവുമായിട്ട് എന്തെങ്കിലും കാര്യം കൊണ്ടാണ് എന്നിട്ട് വരണേ. അപ്പോൾ ഇതെല്ലാത്തിനും ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാകണം. അപ്പോൾ ഇത് കേട്ടോട്ടോ, ഈ ക്ഷമയുടെ മേഖലയാണ് ഈശോ തന്നെ വളരെ വിശദീകരിച്ചൊരു ഉപമ നൽകി. ഈ 18-ാം അധ്യായം, മത്തായി 18-ാം അധ്യായത്തിൽ, അതിൽ 18-ാം അധ്യായം ഈ പത്രോസുമായിട്ടുള്ള സംസാരം കഴിഞ്ഞപ്പോൾ 7 പ്രാവശ്യം ക്ഷമിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പോൾ പോരാ, 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം, സിസ്റ്റർ ഒന്ന് വായിച്ചു, അത് എത്ര വചനം? 23 18:23 കഴിഞ്ഞിട്ടുള്ള വചനം. സ്വർഗരാജ്യം തൻ്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലായിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവൻ്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ധനാറ നൽകാനുണ്ടായിരുന്ന തൻ്റെ സഹസേവകരിൽ ഒരുവനെ കണ്ടുമുട്ടി. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക. അപ്പോൾ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം. എന്നാൽ അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗൃഹത്തിൽ അടച്ചു. സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ അവനെ കാരാഗൃഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ദൈവം കരുണയെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ പറയണേ? നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെയൊക്കെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു. അപ്പോൾ ഇത് വലിയൊരു പ്രബോധനമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്നേഹരാജ്യം. കിങ്ഡം ഓഫ് ഗാഡ് ഈസ് കിങ്ഡം ഓഫ് ലവ്. കിങ്ഡം ഓഫ് ലവ്. വാസ്തവത്തിൽ ഒരു ദൈവരാജ്യത്തെക്കുറിച്ചൊരു എക്സ്പെർട്ട് SVD ഒരു അച്ഛനുണ്ട്, ജോൺ ഫുള്ളൻബാക്ക്. അദ്ദേഹം റോമിലുള്ള അച്ഛനാണ്, ഫാദർ ജോൺ ഫുള്ളൻബാക്ക്. പുള്ളി ഇപ്പോൾ വയസ്സായിട്ടുണ്ടാവും. പുള്ളിയുടെ കുറേ പുസ്തകങ്ങളുണ്ട് ദൈവരാജ്യം. അപ്പോൾ അതിൽ വളരെ വിസ്തരിച്ച് പുള്ളി വർണ്ണിക്കുന്നത് ലവ് വൺ അനദർ. അതാണ് ദൈവരാജ്യം. ക്ഷമിക്കുക, സ്നേഹിക്കുക. ഇതാണ് ക്രിസ്തു നമുക്ക് തരുന്നത്, ഇന്ന് ലോകത്തിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കുക, സ്നേഹിക്കുക. എന്തിനാണ് ഈ മതപീഡനം ഉണ്ടാകുന്നത്? ദൈവം അറിഞ്ഞുകൊണ്ടാണ് മതപീഡനം ഉണ്ടാകുന്നത്. നമ്മളെ സ്നേഹിക്കണ ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ട് അതിന് വല്ല ശക്തിയുണ്ടോ? നമ്മളെ പീഡിപ്പിക്കുന്നവരെ, ശത്രുക്കളെ, അവരെ സ്നേഹിക്കുമ്പോഴാണ്
യഥാർത്ഥ ക്രിസ്ത്യൻസ് ലവ് വരുന്നത്. ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ ഈശോ പറയാണ്, ഒരു സേവകൻ 10,000 താലന്ത് 10,000 താലന്ത് കടപ്പെട്ടിരുന്നു. അവനത് കൊടുത്ത് വീട്ടുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കണം ചില കാര്യങ്ങൾ. ഇവിടെ 2 ഫിഗറുണ്ട്. ഒന്ന് 10,000 താലന്തുണ്ട്, പിന്നെ വേറൊരു ഫിഗർ 100 ദനാറയുണ്ട്. ഇതിൻ്റെ ഒരു അർത്ഥം മനസ്സിലാവണം. ഒരു താലന്ത് എത്ര ദനാറയാണ്? ഒരു താലന്ത് 10,000 അല്ലേ? ഒരു താലന്ത് 10,000 ദനാറയാണ് ഒരു താലന്ത്. അപ്പോൾ ഒന്ന് ഗുണിച്ചേ. 10,000 താലന്ത് ഇൻറ്റു 10,000. ഒരു താലന്ത് 10,000 ദനാറയാണ്. അപ്പോൾ ഇയാൾ കൊടുക്കാനിരിക്കുന്ന തുക 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 100 മില്യൺ, അതായത് 10 കോടി ദനാറയാണ്. ഇത് വാസ്തവത്തിൽ ഒരു മനുഷ്യന് ഒരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റില്ല. അയാളുടെ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും ഒരാളുടെ ഒരു ദിവസത്തെ കൂലിയാണ് 1 ദനാറ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മറ്റേ ആൾ 100 ദനാറ കൊടുക്കാനുള്ള ആൾ പറയാണ്, ഞാൻ തന്നു വീട്ടിക്കോളാം എന്ന് പറഞ്ഞത് ന്യായമായിട്ടുള്ളതാണ്. പക്ഷേ അതിനയാൾ സമ്മതിക്കാണ്ട് അവനെ പിടിച്ച് കഴുത്ത് ഞെരിച്ചകത്ത് കൊണ്ടുവന്നിട്ട് തന്നു വീട്ടിക്കോളാന്ന് പറഞ്ഞു. അത് പ്രാക്ടിക്കലി പോസിബിളാണ്. 100 ദിവസത്തെ ജോലിയുടെ കാര്യമുള്ളൂ. എന്നാൽ ഇയാൾ യജമാനനോട് പറയാണ്, ഞാൻ തന്നു വീട്ടിക്കോളാന്ന്. എന്ത് തന്നു വീട്ടിക്കോളാന്ന്? 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 10 കോടി ദനാറ ഞാൻ തന്നു വീട്ടിക്കോളാന്ന്. ഇയാളെ കൊണ്ട് പറ്റുമോ? അത് ഇയാളെ കൊണ്ട് പറ്റില്ല. വാസ്തവത്തിൽ ഈ ഉപമ ഫരിസേയരോട് അവർ നീതി നടത്തി രക്ഷപ്പെട്ടോളാന്ന് പറയാണ്. ഞങ്ങൾ തന്നെ പ്രമാണങ്ങൾ പാലിച്ച് ദൈവനീതിയിൽ ജീവിച്ചോളാം ഞങ്ങൾ തന്നെ എന്നുള്ള എന്താ പറയാം, ആ മനോഭാവത്തെയാണ് ഈശോ ഇവിടെ എടുത്തു കാണിക്കുന്നത്. അവർക്കൊരിക്കലും അവരുടെ സ്വന്തം ശക്തി കൊണ്ട് അവരുടെ പാപത്തിൽ നിന്ന് മോചനം കിട്ടില്ല. അത് ഉത്ഭവഭാവത്തിൻ്റെ തുല്യമാണത്. ഈ 10,000 താലന്ത് എന്ന് പറയുന്നത് 10,000 താലന്ത് ഈക്വൽ ടു 100 മില്യൺ ദനാറാസ്, അല്ലെങ്കിൽ 10 കോടി ദനാറ എന്ന് പറയുന്നത് അവരുടെ ഉത്ഭവഭാവമാണ്. അത് അവർക്ക് തന്നു വീട്ടാൻ പറ്റുമോ? ഒരാളുടെ ഉത്ഭവഭാവം അയാൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമോ? ഉത്ഭവഭാവം അയാൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനത്തെ അയാളുടെ ജീവിതത്തിൽ അയാൾ എന്ത് ചെയ്താലും തന്നു വീട്ടാൻ പറ്റാത്ത അത് ഇയാൾ സാഷ്ടാംഗം വീണ് ഒരു നിമിഷം കർത്താവിനെ അടിയറ വെച്ചപ്പോൾ അല്ലെങ്കിൽ യജമാനോട് പറഞ്ഞപ്പോൾ അത് മുഴുവനും കിട്ടി. മനസ്സിലായോ? ഈ 10,000 താലന്ത്, അതായത് 100 മില്യൺ ദനാറീസ് അയാളുടെ ജീവിതകാലത്ത് ഒരിക്കലും അയാൾക്ക് കൊടുത്തു വീട്ടാൻ പറ്റാത്ത അത് യജമാനൻ ഒരു നിമിഷം കൊണ്ട് ഇളവ് ചെയ്തു കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വലന്റ് ടു അവർ ഒറിജിനൽ സിൻ. നമ്മളോട് കർത്താവ് കാണിച്ച കാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളോട് കർത്താവ് കാണിച്ച കരുണ എന്താ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കൊടുത്തു വീട്ടാൻ പറ്റാത്ത കടമായിരുന്ന ആ ഉത്ഭവഭാവത്തെ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ടെടുത്ത് മാറ്റി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതങ്ങ് വിശ്വസിക്കും. നമ്മൾ മാമോദിസയൊക്കെ സ്വീകരിച്ച് അടിച്ചു പിരിച്ച് നടക്കുകയാണ്. എന്താ നമ്മൾക്ക് കർത്താവ് ചെയ്തു തന്നെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റാത്ത
ആ ഉത്ഭവഭാവത്തെ കർത്താവ് എടുത്ത് മാറ്റി സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ദൈവം കരുണ കാണിച്ച പോലെ മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഈ ബാങ്കിൽ നമ്മളുടെ ഈ 10,000 താലന്ത് ദൈവം നമുക്ക് അനുവദിച്ച് തന്നത് കിടക്കുകയാണ് അവിടെ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷെ അങ്ങനെ ഇരിക്കെ അതിനകത്തൊരു ക്ലോസ് ഉണ്ട്. ഇവൻ മറ്റുള്ളവർക്ക് കരുണ കാണിക്കുന്നതനുസരിച്ച് ഇത് കൊടുത്തോളാൻ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതനുസരിച്ച് ഇത് റിലീസാക്കുക. പക്ഷേ അവൻ ചെയ്തിട്ട് മറ്റവൻ 100 താലന്ത് കൊടുക്കാനിരുന്നവനോട് കരുണ കാണിക്കാതെ അവനെ കൊണ്ടുവന്ന് അകത്തിട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ക്രെഡിറ്റ് ഇവന് കിട്ടുന്നില്ല. എന്ന പോലെ നമ്മളോട് ദൈവം കരുണ കാണിച്ചിരിക്കുന്നു. പക്ഷെ ആ കരുണ കാണിച്ചത് നമ്മൾക്ക് അനുഭവമാകണമെങ്കിൽ, അത് നമ്മളിലേക്ക് പ്രവഹിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അങ്ങനെയാണ് ഈ ദൈവരാജ്യം വിസ്തൃതമാകുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവരാജ്യം വിസ്തൃതമാകുമോ? ദൈവരാജ്യം വിസ്തൃതമാകണമെങ്കിൽ അത് നമ്മളിലൂടെയാണ് ആകേണ്ടത്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ഒരു കാര്യം ആ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ഈശോ എടുത്തു പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല. ഇപ്പം നമ്മൾ ഇന്ന് റാസ കുർബാനയിൽ നോക്കുമ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഈ വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്തുകൊണ്ടാണ്? അത് വേറെ ഏതെങ്കിലും പ്രാർത്ഥന അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തോ? നമ്മളെല്ലാ ദിവസവും എന്ത് പ്രാർത്ഥിക്കുമ്പോഴും ഏത് കൂദാശയിലും സ്വർഗസ്ഥനായ പിതാവില്ലാത്ത ലിറ്റർജിയില്ല. ലിറ്റർജിക്കലായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുണ്ട്, കർത്തൃ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ആ കർത്തൃ പ്രാർത്ഥനയിലെ പിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ കൊടുമുടി അനുഭവമാണ് ഈ ക്ഷമയിൽ മനസ്സിലാക്കേണ്ടത്. പിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ ഉച്ചകോടി അനുഭവമാണ് നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കൊടുത്തു വീട്ടാൻ പറ്റാത്ത ആ കടം കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് ഇളതു ചെയ്തു. 10,000 താലന്ത്, അതായത് 10 കോടി ധനാറാസ്. ആ 10 കോടി ധനാറാസ് നീ ഒന്നും ചെയ്യാണ്ട് ചുമ്മാ സട്ടാങ്ങം വീണ് യാചിച്ചപ്പോൾ ഇളവ് ചെയ്തു തന്നെങ്കിൽ നിന്റെ പൗരനെ നീ 100 ധനാറ ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് ഈ സ്വർഗരാജ്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവന് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതാണ് ആ വിവാഹ വിരുന്നിൽ വന്ന ആൾക്കാൾ നോക്കിയപ്പോൾ ഒരുവൻ വിവാഹ വസ്ത്രം ധരിച്ചിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ അവനോട് യജമാനൻ കരുണ കാണിക്കാത്ത മാതിരിയാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്താണ് അതിൻ്റെ അർത്ഥം? അതിന് വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ വലിയ പള്ളിയിലൊക്കെ ആണെങ്കിൽ 10-20 ആൾട്ടർ ബോയ്സ് ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ ഞായറാഴ്ച കുർബാനയിൽ ഇവരെല്ലാവരും വരും. ആൾട്ടർ ബോയ്സ് അൾത്താരപാലകർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരുടെ വെസ്റ്റ്മെൻറ്റ്, അവരുടെ ആ വസ്ത്രം എടുത്തിടണം. അങ്ങനെ ആ വസ്ത്രമെല്ലാം ഇട്ട് വികാരി അച്ഛനോടൊപ്പം കുരിശും കൊടയും മെഴുകുതിരിയും മുന്തിരിക്കോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊസഷൻ ചെയ്ത് പോകുന്നു. അങ്ങനെ പോയി ചെല്ലപ്പോഴേക്കും ഒരു ചെറുക്കൻ വന്നത് ഇത്തിരി ലേറ്റായിട്ടാണ്. ഇവരെല്ലാം ഇവിടെ വന്നിരിക്കുമ്പോൾ അവനും അതിൻ്റെ കൂടെ വന്നിരുന്ന് വിവാഹ വസ്ത്രമില്ലാതെ, ഈ കുപ്പായമില്ലാതെ. അപ്പോൾ അച്ഛൻ അവിടെ നോക്കി, ഔട്ട്, നീ പുറത്ത് പോ പറയോ ഇല്ലയോ? എന്തുകൊണ്ടാ? അപ്പം എന്താണ് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താ അവൻ്റെ റെസ്പോൺസിബിലിറ്റി? ഈ വസ്ത്രം ഇടുക എന്നുള്ളത് അവൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം നിങ്ങൾക്കെല്ലാം വസ്ത്രം കിട്ടിയിട്ടുണ്ട്,
ഈ വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ റെസ്പോൺസിബിലിറ്റി? ഇത് ഇടാണ്ട് നടക്കാൻ പാടില്ല. എല്ലാവരുടെയും ക്ഷമിക്കണം കേട്ടോ, ചില കന്യാസ്ത്രീമാർ അല്ലെങ്കിൽ മഠത്തിൽ ചേരാൻ കുറേ നാളായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ എൻ്റെ ബ്രദറെ എനിക്കിതുവരെ വസ്ത്രം കിട്ടിയിട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വസ്ത്രം കിട്ടാൻ. അപ്പോൾ സംഭവം ഭയങ്കര സെൻസേഷണൽ കാര്യമാണ് ഈ വസ്ത്രം, ഇല്ലേ? വസ്ത്രം കിട്ടിയാലോ, വസ്ത്രം കിട്ടിയാൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്താണ് റെസ്പോൺസിബിലിറ്റി? വസ്ത്രം ധരിക്കുക എന്നത്. പിന്നെ ഒരു ദിവസം പോലും ഈ വസ്ത്രത്തിന് പകരം വേറെ എന്തെങ്കിലും വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങളിവിടെ കറങ്ങുമോ? ഒരിക്കലുമില്ല. ക്ഷമിക്കണോ, ഒരിക്കലുമില്ല. അപ്പോൾ എന്ന പോലെ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. ഈ വസ്ത്രം തന്നെ ഒരുപാട് വലിയ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഭാഗമാണ് ഈ വസ്ത്രം. അപ്പോൾ അവിടെ മാമോദീസ സ്വീകരിച്ച ഒരുവൻ ആ വിവാഹ വസ്ത്രം പോലെ അവനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവരാജ്യത്തിലായി കഴിഞ്ഞാൽ അവൻ്റെ ആ റെസ്പോൺസിബിലിറ്റി അപ്പം അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഭാഗമാണ് നിനക്ക് 10,000 താലന്ത് ക്ഷമ കിട്ടിയെങ്കിൽ നീ മറ്റുള്ളവരോട് അതുപോലെ തന്നെ ക്ഷമിക്കാൻ ഇറ്റ് ഈസ് യുവർ കടപ്പെട്ടു. ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയുള്ള ആ റെസ്പോൺസിബിലിറ്റി ദൈവരാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഗോഡ്. അത് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിന്നെ അയക്കുന്നു, നീ ക്ഷമിച്ചോ, നീ മറ്റവരോട് ക്ഷമിച്ചോ. അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ട്. പഴയ നിയമത്തിൽ ഈ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഒരാൾക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം. ഈ 10,000 താലന്ത് അവരെ ശിക്ഷിക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്. എന്താ അവനുള്ള ശിക്ഷ? അവൻ്റെ സകലതും വിറ്റ് ജപ്തി ചെയ്ത് അവനെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. കണ്ടോ? പക്ഷേ ആ ശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഈ റെസ്പോൺസിബിലിറ്റി നമ്മളെല്ലാവരിലും ഉണ്ട്. നമ്മുടെ 10,000 താലന്ത് കർത്താവ് ക്ഷമിച്ചു. നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവ് ക്ഷമിച്ചു. അതാണ് കർത്താവിൻ്റെ കരുണ. നമ്മുടെ പാപങ്ങളുടെ കണക്കേ നോക്കുന്നില്ല. നമ്മുടെ ഉത്ഭവപാപവും കർമ്മപാപവും ക്ഷമിച്ചു. ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. ഇതിൻ്റെ ഒരു വലിയ ക്ഷേത്രമാണ് അല്ലെങ്കിൽ തലമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ ഇടവകകൾ, നമ്മുടെ ശുശ്രൂഷാ മേഖലകൾ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ നമ്മുടെ സഹസേവകൻ എന്ന് പറയുന്നതാണ്. സഹസേവകൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ള നമ്മുടെ സഹസേവകരിൽ ഒരാളും നമ്മളോട് ഒരു അനീതി കാണിച്ചാൽ നമ്മൾ അതിനെതിരെ ശിക്ഷിക്കാതെയോ അതിനെതിരെ അവരോട് വെറുക്കാതെ അവരോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ക്ഷമിച്ച പോലെ ഈ 10,000 താലന്ത് ക്ഷമിച്ചത് അവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ? ഒന്നും ചെയ്തിട്ടല്ല. പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. ഇവൻ പറയാണ് ഞാൻ തന്ന് വീട്ടിക്കോളാം. നല്ല കാര്യം. 10,000 താലന്ത് അവൻ ജീവിതകാലം മുഴുവൻ വേലയെടുത്താലും അവൻ തരാൻ പറ്റില്ല. അതറിയുന്ന കർത്താവ് അവനോട് കരുണ കാണിച്ച് അവൻ്റെ പ്രവൃത്തി കൂടാതെ, അവൻ്റെ ഒരു പ്രവൃത്തിയും കൂടാതെ അവൻ്റെ പാപം മുഴുവനും ക്ഷമിച്ചു. നമ്മുടെ സ്നേഹിതർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ, നമ്മുടെ പാരിഷിലുള്ളവർ, നമ്മുടെ സഹപ്രവർത്തകർ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവർ, നമ്മുടെ ഇടവകയിലെ വികാരി അച്ഛൻ, നമ്മുടെ വീടുകളിൽ തന്നെയുള്ളവർ, ഇവരിൽ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കൂ. ഒരു കണ്ടീഷനില്ലാണ്ട് ക്ഷമിക്കുക. അൺകണ്ടീഷണൽ.
അവർ ചെയ്തത് തെറ്റാണ്, ശരിയാ, തെറ്റാണ്. ആ തെറ്റിനാണ് ക്ഷമിക്കാൻ പറയണത്. ആ തെറ്റ് തന്നെയാണത്. ഇവൻ 10,000 താലന്തിൻ്റെ തെറ്റ് ചെയ്തിട്ട് അൺകണ്ടീഷണലായിട്ട് ക്ഷമിച്ചിരിക്കുകയാണത്. നമ്മുടെ മനസ്സിലേക്ക് ഒരാളെ കൊണ്ടുവരിക, നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെയാണ് പരിശുദ്ധാത്മാവായ സഹായകൻ. പരിശുദ്ധാത്മാവെ എനിക്ക് പറ്റണില്ല, ഈശോയെ എനിക്ക് പറ്റുന്നില്ല, ആ വ്യക്തി എന്നോട് ചെയ്ത വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്നെക്കുറിച്ച് പറഞ്ഞ അപഖ്യാതികൾ, ഞാൻ മനസാ വ്യാജ അറിയാത്ത കാര്യങ്ങൾ, ആരോ പറഞ്ഞു കേട്ടെന്നും പറഞ്ഞുകൊണ്ടൊക്കെ എന്നെക്കുറിച്ച് ആവശ്യമില്ലാതെ പറഞ്ഞു. അതാണ് സുവിശേഷ ഭാഗ്യങ്ങളിൽ പറയുന്നത്, മറ്റുള്ളവർ നിങ്ങളെ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കുക. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. Sanctify me. Sanctify me, oh God, cleanse my body, mind and soul, purify me and make me whole. Sanctify me, oh God, cleanse my body, mind and soul, purify me and make me whole. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ മേഖല നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു മേഖലയാണ്, ഇല്ലേ? ഇത് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ് ശരിക്കും ദൈവരാജ്യം ആയി മാറുകയുള്ളൂ. കമ്മ്യൂണിറ്റി ദൈവരാജ്യമായാൽ മാത്രമേ നമ്മളിൽ നിന്ന് സമൂഹത്തിലേക്ക് ദൈവരാജ്യം പ്രസരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു തലം ഇതാണ്, ഒരു പേഴ്സണൽ ലെവൽ, ഞാനെന്ന വ്യക്തിയിൽ ദൈവരാജ്യം ആദ്യം സ്ഥാപിതമാകണം. ഞാൻ സമാധാനത്തിലല്ലെങ്കിൽ, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം പ്രഘോഷിക്കുകയാണ്. ഞാൻ എന്നിൽ തന്നെ ഒരു സമാധാനവും സ്നേഹവും ഇല്ലെങ്കിൽ എനിക്കിത് പ്രഘോഷിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞേക്കും, പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകില്ല. അപ്പോൾ എൻ്റെ തന്നെ വ്യക്തിപരമായ ഒരു ദൈവരാജ്യ അനുഭവമാണ് ഫസ്റ്റ്, നമ്മുടെ വ്യക്തിപരമായ അവസ്ഥ. അങ്ങനെ അടുത്തത് നമ്മുടെ ടീം, എൻ്റെ ടീം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ 3 പേരായിരിക്കാം, 4 പേരായിരിക്കാം, 5 പേരായിരിക്കാം, വലിയ കമ്മ്യൂണിറ്റികളും ഉണ്ടാവും. ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു സമാധാനമില്ലെങ്കിലോ ദൈവരാജ്യമായില്ല അവിടെ, അപ്പോഴും നമ്മൾ പ്രശ്നമാവും. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ദൈവരാജ്യം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയാണ് പത്രോസ് പറയണ മാതിരി 70 പ്രാവശ്യം ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ല, ഈശോയുടെ കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. എന്നും തള്ളിവിടുത്തുണ്ടായിരുന്നിരിക്കണം. കാരണം ഒന്ന്, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടില്ലാത്ത അവസ്ഥയാണ്, അവരുടെ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞിട്ടില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇതേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ പറഞ്ഞു വിട്ടുവിട്ടാന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞപ്പോൾ നീ നോക്കടാ പറഞ്ഞു വിടുക, ഞാൻ പോകുന്നില്ല എന്ന് പറയും.
അപ്പോൾ ഇത് എന്നെ വളരെ സഹായിച്ചിട്ടുള്ളൊരു ചിന്തയാണ്. എന്താ, അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും സ്നേഹസമ്പന്നനായ ഒരാൾ യോഹന്നാൻ, അതേസമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളാണ് യൂദാസ്. പക്ഷെ ഈശോന് ഒരു കുഴപ്പമില്ല ഇവർ രണ്ടുപേരെയും കൊണ്ട്. ഈ യോഹന്നാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇത്രയും സ്നേഹനിധിയായ യോഹന്നാൻ തൻ്റെ ഇത്രയും ഇൻസ്പിറേഷണലായിട്ടുള്ള സുവിശേഷത്തിൽ എഴുതിയിരിക്കണ എന്താ, അവൻ കള്ളനാണ്. ശരിയല്ലേ? ഞാൻ എപ്പോഴും ചിന്തിച്ചു പറഞ്ഞിട്ട്, എൻ്റെ യോഹന്നാൻ ഇത്രയും സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയത്? ഈ ലോകം മുഴുവനും യുഗങ്ങളുടെ അവസാനം വരെ മാറ്റാൻ പറ്റാത്ത മാതിരി ഒരു കമൻറ്റ്. അല്ല, ആയിക്കൊള്ളട്ടെ, ഞാനിപ്പോൾ പറയാണ് വാസ്തവം എന്താ, അവിടെ പ്രശ്നമുണ്ടായിരുന്നു ഇല്ലയോ? അതാണ്, അത്രയും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ യോഹന്നാനെ കുറ്റമൊന്നും പറയുന്നില്ല, അവിടുത്തെ വാസ്തവം നമ്മളൊക്കെ മനസ്സിലായി. ആ കമ്മ്യൂണിറ്റി എങ്ങനെയായിരുന്നുള്ളത്. ഈ യൂദാസ് വലിയ കാര്യത്തിന് പറഞ്ഞു, എന്തിനാണ് ഈ കാശൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ചിലവാക്കണേ, ദാരിദ്ര്യർക്ക് കൊടുക്കായിരുന്നില്ലേ? അപ്പോൾ യോഹന്നാൻ പറയാണ്, അവന് ദരിദ്രരോട് വലിയ സ്നേഹം ഉണ്ടായിട്ടൊന്നും അല്ല. അവൻ ഇത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെന്ന് വിചാരിക്കും. എന്നോട് ക്ഷമിക്കണേ. അപ്പോഴും നമ്മളവിടെ സമാധാനം കണ്ടെത്തണം, നമ്മൾ സമാധാനത്തിലായിരിക്കണം. അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടാവും. അതെല്ലാം അതുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയിൽ സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു തരുന്ന ഒരു എളുപ്പവിദ്യ, ഇത് വീണ്ടും ജോൺ പോൾ രണ്ടാമൻ്റെ ആ സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞ് ഒരു ടീച്ചിങ് ഉണ്ട്. അത് ഈ ടെറീഷ്യോ മിലീനിയോ അഡ്വാനിയൻ്റെ എന്നുള്ള ചാക്രിക ലേഖനത്തിൽ തന്നെയുള്ളതാണ്. ടെറീഷ്യോ മിലീനിയോ അഡ്വാനിയൻ്റെ 3-ാം സഹസ്രാബ്ദത്തിലേക്ക്. അതിൽ പറയുന്ന ഇതാണ്, ത്രിത്വമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ത്രിത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവരാജ്യം നമ്മളിൽ സംസ്ഥാപിതമായി. ആ ത്രിത്വം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ആ ത്രിത്വം ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനിൽ സമാധാനം തരുന്ന ത്രിത്വം. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും എന്താ വരുന്നത്, ഈ കോൺഫ്ലിക്റ്റ് ആണോ ത്രിത്വമാണോ? ത്രിത്വം നമുക്ക് സമാധാനം തരും. അങ്ങനെ ആ സമാധാനം, അപ്പം അതാണ് ഞാൻ എല്ലാവരോടും പറയുന്ന ആ ഇന്നർ ഇൻറ്റിമസിയിലേക്ക് വരിക. അപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് ഒരു നപ്ഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയും, ഒരു സ്പൗസൽ റിലേഷൻഷിപ്പ്. ആ ഇൻറ്റിമസിയിൽ നമ്മൾ വ്യക്തിപരമായി ലയിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ 5 പേരുണ്ട് കമ്മ്യൂണിറ്റിയിൽ, 5 പേരും ഭിന്നിച്ചിരിക്കുകയാണെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ ഒരാളെങ്കിലും അതിരാവിലെ ഈ ലയന പ്രാർത്ഥനയിൽ, കോണ്ടംപ്ലേഷനിൽ ഈശോയുമായിട്ടും ത്രിത്വവുമായിട്ട് ലയിച്ച്, ഞാൻ പറയുന്നത് വളരെ പ്രാക്ടിക്കലാണ്, 10 മിനിറ്റ് നേരം എങ്കിലും, ഒരു 10 മിനിറ്റ് നേരമെങ്കിലും അങ്ങനെ ഒന്ന് ലയിച്ചിരിക്കുമ്പോൾ ഈ ഒരാളിൽ നിന്ന് സ്പിരിച്വാലിറ്റി ഓഫ് കമ്മ്യൂണിയൻ, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ദൈവരാജ്യം പ്രസരിക്കും. മറ്റൊരു പ്രാർത്ഥിക്കണമൊന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ചോ. ഒരാളെങ്കിലും
ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്ന് അപ്പോൾ ആ പ്രാർത്ഥനയിൽ അവരോട് ക്ഷമിക്കുന്നതൊക്കെ നടക്കും. അവരോട് നമ്മൾ ക്ഷമിക്കും. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അവരെ കാണുമ്പോൾ അവർ നമ്മളോട് പുഞ്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവരുടെ മുഖമെല്ലാം മാറിയിരിക്കണു. എങ്ങനെ ഈ മുഖം മാറിയത്? ബാർ സോപ്പിട്ട് കഴുകിയിട്ടൊന്നുമല്ല. മുഖത്തിന് ഒരു പ്രകാശം. മുഖം പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? അകത്ത് ദൈവരാജ്യം സമാഗതമായി, പ്രസന്നവദനരായി. നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനയാണ് ഇല്ലേ, പ്രസന്നവദനരായി. നമ്മുടെ വദനത്തിൻ്റെ പ്രസന്നത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മൾ ഒരാളിലുള്ള ആ ദൈവരാജ്യം, അതിനെ തന്നെയുള്ള ഒരു പ്രസരണ ശക്തിയുണ്ട്. അതാണ് നീ ഭൂമിയുടെ ഉപ്പാണ്. നീ ഉപ്പാണ്. ഉപ്പ് എന്ത് ചെയ്യും? ഉപ്പ് പാകിസ്ഥാനിക്കും ഉപ്പൊന്ന് തന്നെയാണ്, ഇന്ത്യക്കാരനും ഉപ്പൊന്ന് തന്നെയാണ്, കറമ്പനും വെളുമ്പനും ചുമപ്പനും മഞ്ഞക്കനും എല്ലാത്തിനും ഒരേ ഉപ്പ് തന്നെയാണ്. ഏത് രാജ്യക്കാരനായാലും ഒരേ ഉപ്പ് തന്നെയാണ്, ഏത് ഭാഷക്കാരനായാലും ഒരേ ഉപ്പ് തന്നെയാണ്, ഏത് റിലീജിയസ് കോൺഗ്രിഗേഷൻ ആയാലും ഒരേ ഉപ്പ് തന്നെയാണ്. സുപ്പീരിയറിനായാലും സിസ്റ്ററിനായാലും ജൂനിയറിനായാലും കാൻഡിഡേറ്റിനായാലും ഒരേ ഉപ്പ് തന്നെയാണ്. ആ അർത്ഥത്തിലാണ് ഉപ്പ് കോമൺ സോൾട്ട്, കോമൺ ഫാക്ടർ. ഇതെന്നെ ഒരിക്കൽ സിസ്റ്റർമാരുടെ ഒരു ധ്യാനത്തിൽ, സിസ്റ്റർമാരുടെ ധ്യാനം ഞാൻ 10-20 വർഷം മുമ്പാണ് ധ്യാനം നടത്തുമ്പോൾ, അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു സിസ്റ്റർ ഉത്തരവാദിത്വമല്ല. ആ ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് അപ്പോൾ എന്നോട് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്ക് പറഞ്ഞു എനിക്ക് ഇത്തിരി കഞ്ഞിയും ചമ്മന്തിയും മതി എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ അത് എല്ലായിടത്തുനിന്നും കിട്ടുമൊന്നുമില്ലല്ലോ. ഓ അത് മതി വേറെ പലഹാരം പൂട്ടൊന്നും വേണ്ട, കഞ്ഞിയും ചമ്മന്തിയും. അങ്ങനെ കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി ഞാൻ ഈ കഞ്ഞിയിലേക്ക് ഇത്തിരി ഉപ്പെടുത്തിടുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഉപ്പ് എന്നോട് സംസാരിക്കുന്നതായിട്ട്. ഈ ഉപ്പ് എന്നോട് പറയാണ്, എന്നെ നോക്കിയേ, നീ നോക്കി കണ്ടോ ഞാൻ എത്രത്തോളം വെളുത്താണ് ഇരിക്കണേ, അതെ ഇതുപോലെ ആണോ നീ ഇരിക്കണേന്ന്. അതോടെ കുമ്പസാരിക്കേണ്ട കാര്യമായില്ലേ. ഞാനങ്ങ് ഉപ്പെന്നോട് പറയാണ്, നീ വലിയ വിശുദ്ധീകരണ ധ്യാനം നടത്തുന്ന ആളല്ലേ, നിനക്ക് എന്തോരം വിശുദ്ധിയുണ്ട്, ഈ ഉപ്പിൻ്റെ അത്രയും വിശുദ്ധി ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഞാനങ്ങ് കരഞ്ഞുപോയി. കരഞ്ഞപ്പോൾ ഉപ്പ് അതിനകത്തിട്ടു, ഉപ്പ് കഞ്ഞിയിലിട്ടു. അപ്പോൾ ഈ സിസ്റ്റർ വിചാരിക്കാളേ, എന്തു പറ്റി ബ്രദറെ, ചമ്മന്തിക്ക് ഉപ്പില്ലേ, ചമ്മന്തിക്ക് കഞ്ഞിക്ക് വല്ലതും പറ്റിയോ? ഞാൻ പറഞ്ഞില്ല, കഞ്ഞിക്കൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം ആ സിസ്റ്ററിനോട് ഇതൊന്നും പറയാൻ എനിക്ക് പറ്റണില്ല. ഞാൻ ഓൾറെഡി വികാരഭരിതനായിരിക്കുകയാണ്. ഉപ്പെന്നോട് വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ആ കിങ്ഡം സീരീസ് പുസ്തകത്തിൽ ഞാനന്ന് എഴുതിയിട്ടുണ്ട്. കിങ്ഡം സീരീസ് ഒരു പുസ്തകം ഇറക്കിയപ്പോൾ ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കഞ്ഞിയുടെ അകത്ത് കിടന്നിട്ട് ഉപ്പെന്നോട് സംസാരിക്കുകയാണ്. കണ്ടോ, എന്നെ നീ ഈ കഞ്ഞിയിലിട്ടപ്പോഴേക്കും ഞാൻ അങ്ങ് അലിഞ്ഞു ചേർന്നു. ഇതുപോലെ കഞ്ഞിയിലായാലും സാമ്പാറിലായാലും ചമ്മന്തിയിലായാലും ബിരിയാണിയിലായാലും ഞാൻ ഉടനെ അലിഞ്ഞു ചേരും. നിനക്കിതുമാതിരി ഏത് സാഹചര്യത്തിലും അലിഞ്ഞു ചേരാൻ പറ്റുമോ? അടുത്ത കുമ്പസാരത്തിനുള്ള വകുപ്പായി. അങ്ങനെ കുറേ സമയം ഞാൻ സിസ്റ്റർമാരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നിങ്ങളിവിടെ നിൽക്കണ്ട, ഞാൻ കഞ്ഞി കുടിച്ചോളാം. ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാന ഉപമകളെല്ലാം ലേഡീസിൻ്റെ ഫാക്ടേഴ്സാണ്. എന്ന് പറഞ്ഞാൽ അടുക്കള